തിരുവനന്തപുരം കാട്ടാക്കടയിൽ SDPI CPM സംഘർഷവുമായി ബന്ധപ്പെട്ട 5 പേർ കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ 3 പേർക്ക് വെട്ടേറ്റിരുന്നു. ടർഫിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. CPM കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് SDPI CPM സംഘർഷം ഉണ്ടായത്. ഇന്നലെ രാത്രി 9:30-യോടെയാണ് കാട്ടാക്കടയിൽ സംഘർഷമുണ്ടായത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിലുണ്ടായ സംഘർഷം പിന്നീട് പാർട്ടി ഓഫീസിന് ഉള്ളിലേക്കും കടന്നു. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുൻപിലുണ്ടായിരുന്ന വാഹനങ്ങൾക്കുൾപ്പെടെ കേടുപാടുകൾ പറ്റി. സംഘർഷത്തിൽ 3 പേർക്ക് വെട്ടേറ്റിരുന്നു. ടർഫിലുണ്ടായ ചില തർക്കമാണ് പിന്നീട് SDPI CPM സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലായവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിലെത്തി 20ഓളം പേർ വരുന്ന സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് CPM നേതാക്കളും പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ കൊലവിളിയോടുകൂടിയുള്ള ഒരു ബഹളം ഇവിടെ താഴെ കേട്ടു. ഞാൻ പതുക്കെ ഇറങ്ങി താഴോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 10-20 എണ്ണം വരും. ഒരു ബൈക്ക് അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരാളുടെ ബൈക്ക് ഇടിച്ച് ഇതിനകത്തോട്ട് കയറ്റി. അത് കഴിഞ്ഞിട്ട് വാളെടുക്കുന്നു, വീശുന്നു, പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ നിന്ന പിള്ളേര് നാല് വാക്ക് ഓടി. ഒരു 2-3 പയ്യന്മാരെ പിടിച്ച് ഇടിച്ചു. അപ്പോഴെന്നെ ഇടിച്ചു. ഇടിയും കൊണ്ട് അവരും ഓടി. ഇത് SDPI ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അതിൽ അറസ്റ്റ് ചെയ്തതിൽ ഇപ്പൊ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വന്നതിൽ ഒരു 4 പേരെ അറിയാവുന്ന 4 പേരെ അറസ്റ്റ് ചെയ്തു. ബാക്കി കുറെ ആളുകളുണ്ട്. അവരെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റൂല. അതിനി അന്വേഷിച്ചാൽ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഈ പ്രദേശം അശാന്തമാക്കാനും വർഗീയത ഇളക്കി വിട്ട് വർഗീയ ഒരു കലാപം ഉണ്ടാക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ആസൂത്രിതമായ പരിശ്രമമാണ്. ഒരു കലാപം ഉണ്ടാവണം. അതാണ് ഇതിന്റെ പിന്നിൽ ഈ വർഗീയ ശക്തികളുടെ, ഈ തീവ്ര വർഗീയ ശക്തികളുടെ ഉദ്ദേശം. മുൻപും സമാനമായി ഈ മേഖലയിൽ CPM SDPI സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.